അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൻ്റെ പോരിശയേറിയ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് മഗ്ഫിറത്തിൻ്റെ പത്താണ്, അഥവാ പാപമോചനത്തിൻ്റെ പത്താണ്. കോടിക്കണക്കിന് വരുന്ന അടിമകൾക്ക് യജമാനനായ റബ്ബ് അവർ ചെയ്ത തെറ്റിൻ്റെ വണ്ണവും വലിപ്പവും നോക്കാതെ പാപമോചനം ചൊരിഞ്ഞു കൊടുക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ പ്രത്യേകമായി നമ്മൾ നിർവഹിക്കൽ സുന്നത്തുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇഗ്ഫിർലി ദുനൂബി, എൻ്റെ ദോഷങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. ഒരുപാട് തെറ്റുകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഇരുട്ടത്തും വെളിച്ചത്തും ഒരുപാട് അപാകതകൾ എന്നിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട് റബ്ബേ. നീ അത് പുറത്തു തന്നില്ല എങ്കിൽ നാളെ ഞാൻ നഷ്ടത്തിലാണ്, എൻ്റെ ആഖിറം നഷ്ടത്തിലാണ്. ആ തിരിച്ചറിവോടുകൂടെയാണ് ചോദിക്കുന്നത്, ഇഗ്ഫിർലി ദുനൂബി. ഈ റമളാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10 ദിനരാത്രങ്ങളിൽ പുറത്തു കൊടുക്കുന്ന റബ്ബേ, ആ കൂട്ടത്തിൽ എനിക്കും നീ ദോഷങ്ങൾ പുറത്തു തരണമേ യാ റബ്ബൽ ആലമീൻ. സർവ്വലോകത്തിൻ്റെയും റബ്ബായ അല്ലാഹുവേ എന്നാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഒരു 33 വട്ടം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ദുആ നിർവഹിക്കാം. اللهم اغفر لي ذنوبي يا رب العالمين. 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 أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله
അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതുപോലെ
പരിശുദ്ധ റമളാനിൽ നാം അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്തപ്പോഴും നാം അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കും, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലും, സഹോദരിമാരൊക്കെ ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഈ പുണ്യമായ ദിക്ർ കൂടി ഒരു 33 വട്ടം നമുക്കൊരുമിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അടുത്തതായി നാം ചൊല്ലാൻ പോകുന്നത് ഒരൽപ്പം ഇസ്തിഗ്ഫാറാണ്. ഈ പരിശുദ്ധ റമളാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളമായിട്ട് ചൊല്ലാനുള്ള ഒരവസരം കൂടിയാക്കി നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ദുആയിലേക്ക് കടക്കുകയാണ്. കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് മുറാദുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർ, രോഗികൾ, കടബാധ്യതയുള്ളവർ, മക്കളുടെ ജോലി ശരിയാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മക്കളുടെ പരീക്ഷകൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് SSLC +2 പോലത്തെ പ്രധാനപ്പെട്ട പല എക്സാമുകളും, അതിലൊക്കെ അത്യുന്നതമായ വിജയം നേടുവാനും മക്കൾ വലിയ വലിയ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാനാണല്ലോ, പുണ്യമാക്കപ്പെട്ട രാവാണല്ലോ. അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകൾ നീട്ടാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, റഹ്മാനായ റഹീമായ കാരുണ്യക്കടലായ റബ്ബേ, ഈ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധ റമളാനിൻ്റെ ഒന്നാമത്തെ പത്തിൽ, കാരുണ്യത്തിൻ്റെ പത്തിലാണ് ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ നീട്ടുന്നത്. ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ കൽബുകളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തെളിച്ചമുള്ളതാക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. തിന്മകളിൽ നിന്നും അകന്ന് നിന്ന് ജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, തറാവീഹുകൾ, ദാനധർമ്മങ്ങൾ, നോമ്പുതുറകൾ, പരിശുദ്ധമായ ഈ മാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർവഹിച്ചു പോരുന്ന എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലെ പോരായ്മകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് വണ്ണമായ പ്രതിഫലം, ഇരട്ടിയായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായും മുതൽക്കൂട്ടാക്കി തരണ റഹ്മാനെ. കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന വിഭാഗത്തിൽ, അത് ലഭിക്കുന്ന ഭാഗ്യം ചെയ്ത വിഭാഗത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവൻ, ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് ഹലാലായ മുറാദുകളും പ്രയാസങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്യുന്ന എത്രയോ സഹോദരന്മാരാണ്, അതിനേക്കാളുപരി സഹോദരിമാരാണ്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ കടബാധ്യതകളിലാണ്. കടങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ റഹ്മാനെ. വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്, അത് ഹൈറായ നിലക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ട്യൂമർ പോലത്തെ രോഗങ്ങൾ, തല മുതൽ കാൽപാദം വരെ വരുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന മരുന്നില്ലാത്ത രോഗങ്ങൾ, വൈദ്യശാസ്ത്രം പോലും എന്തു ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചു പോകുന്ന രോഗങ്ങൾ, എല്ലാത്തിൽ നിന്നും ഈ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ കാവലുണ്ടാകണേ അല്ലാ. പടച്ചവനെ, വലിയ വലിയ സർജറികൾക്കൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ വിധേയരാകുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ സർജറികളും നീ വിജയത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴോ ഞങ്ങളുടെ മരണത്തിന് ശേഷമോ ശരീരത്തിൽ കത്തിവെച്ച് കീറിമുറിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ അല്ലാ. ഒരുപാട് ആളുകൾ വളരെ മാനസികമായ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. എല്ലാവർക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കിട്ടുന്നതിന് വേണ്ടി പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ ഇണകളെ നീ പ്രദാനിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന കുടുംബജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. നീണ്ട ഈ ഒരു മാസം നീ റഹ്മത്ത് ചെയ്യുന്ന വിഭാഗത്തിൽ, പാപമോചനം കൊടുക്കുന്ന വിഭാഗത്തിൽ, നരകമോചനം ലഭിക്കുന്ന വിഭാഗത്തിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ജീവിതത്തിൽ ഇനിയും ആയുസ്സിൽ ഇനിയും ഒരുപാട് റമളാനുകൾക്ക് സാക്ഷികളാകാൻ പാകത്തിന് ഞങ്ങളുടെ എല്ലാം ജീവനെ നീ നീട്ടിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് വസ്ത്രം നൽകിയവർ, ഭക്ഷണം നൽകിയവർ, ഞങ്ങളുടെ മുഖത്ത് നോക്കി മോനെ എന്ന് വിളിച്ച്, മോളെ എന്ന് വിളിച്ച് പുഞ്ചിരിച്ച് കാണിച്ചവർ പലരും 6 അടി മണ്ണിലാണ് അല്ലാ. അവരുടെ ഖബറുകൾ ഈ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വർഗമാക്കണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്യുന്ന നന്മകളുടെ എല്ലാം പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാം ഈമാനോടുകൂടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള സമയം ഞങ്ങൾ മരിക്കുന്ന സമയമാക്കണേ റഹ്മാനെ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപാട് സംസാരിക്കുന്ന ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ഞങ്ങളെല്ലാം ദുനിയാവിൽ അവസാനമായി പറയുന്ന പദം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാക്കി തരണേ അല്ലാ. ഈ കൂട്ടായ്മയിൽ ഒരുമിപ്പിച്ചതുപോലെ, ഈ മജ്ലിസിൽ ഒരുമിപ്പിച്ചതുപോലെ നാളെ നിൻ്റെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഫീഖ് തങ്ങൾ ഫൈസി പെരുമ്പാവൂരിൻ്റെ ഈ ദിക്ർ മജ്ലിസ് റമളാനിലെ എല്ലാ ദിവസവും ഇതേ സമയത്തുണ്ടായിരിക്കുന്നതാണ്. റമളാനിലെ ഈ സ്പെഷ്യൽ മജ്ലിസുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാനായി മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.